10ാമത്തെ ദിവസം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1ാമത്തെ ദിവസം നമുക്ക് ഉണ്ടായിരുന്ന ആ ചെറിയ സ്കില്ലിൻ്റെ 1% എല്ലാം ഇമ്പ്രൂവ് ചെയ്യുക. 10ാമത്തെ ദിവസം 9ാമത്തെ ദിവസം നമ്മൾ ആർജിച്ചെടുത്ത സ്കില്ലുണ്ടല്ലോ, ആ സ്കില്ലിൻ്റെ 1% ആണ് ഇമ്പ്രൂവ് ചെയ്യുക. 2ാമത്തെ ദിവസം നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത 1%നേക്കാൾ ഒരുപാട് കൂടുതലായിരിക്കും 10ാമത്തെ ദിവസം നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്ന 1%. അപ്പോൾ ഈ ഗ്രാഫ് എക്സ്പൊണൻഷ്യൽ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ത്രെഷോൾഡ് എത്തിയാൽ പിന്നെ വളരെ ഫാസ്റ്റായിട്ട് നമ്മളെ ഗ്രോത്ത് ഉണ്ടാവും. ഈ ഒരു സെയിം എക്സ്പൊണൻഷ്യൽ ഗ്രാഫ് പല കേസ് സ്റ്റഡിയിലും നമുക്ക് ഇട്ട് നോക്കാൻ പറ്റും. ബേസിക് കണ്ടന്റ് ക്രിയേഷൻ്റെ കേസ് സ്റ്റഡിയിൽ ഇട്ട് നോക്കിയാൽ ആദ്യത്തെ ദിവസം സിമ്പിളായിട്ട് മൊബൈലിൻ്റെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്തിട്ട് ഒരു എഡിറ്റിംഗ് ഇല്ലാതെ പോസ്റ്റ് ചെയ്താൽ അത് സിമ്പിളായിട്ട് തുടങ്ങി. 2ാമത്തെ ദിവസം ഫ്രണ്ട് ക്യാമറയ്ക്ക് പകരം ബാക്ക് ക്യാമറ ഉപയോഗിച്ചാൽ അത് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻ്റ് ആയി. 3ാമത്തെ ദിവസം എഡിറ്റിങ്ങിൽ ഒരു സ്മാൾ ഇമ്പ്രൂവ്മെൻറ്റ് കൊടുത്താൽ, അല്ലെങ്കിൽ ചെറിയ ഗ്യാപ്പ്, ചെറിയ പോസ് അത് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഇമ്പ്രൂവ് ചെയ്താൽ അത് പിന്നെയും ഇമ്പ്രൂവ്മെൻ്റ് ആയി. 4ാമത്തെ ദിവസം എക്സ്പെൻസീവ് ലൈറ്റിംഗ് സിസ്റ്റം ഇല്ലാത്ത സിറ്റുവേഷനിൽ സിംപ്ലി നാച്ചുറൽ ലൈറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് സിറ്റുവേഷൻ ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ പറ്റും. 3ാമത്തെ ദിവസം ലൈറ്റിംഗ് ഒന്നുകൂടി മെച്ചപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കളിക്കുന്ന ടോർച്ചോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ സിംപ്ലി ഈ ഒരു സിമ്പിളായിട്ട് ലൈറ്റിംഗ് സോഴ്സ് മതി നമ്മളെ ഫിലിമിങ്ങിൻ്റെ വിഷ്വൽ ക്വാളിറ്റി ഒരു ടൈനി ലെവലിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. 5ാമത്തെ ദിവസം നോയ്സ് റിമൂവൽ വേണ്ടിയിട്ട് ഓൺലൈൻ അഡോബ് പോഡ്കാസ്റ്റ് പോലുള്ള നോയ്സ് റിമൂവൽ ടൂൾസ് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഓരോ ദിവസം ടൈനി ചേഞ്ചസും കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റും കൊണ്ടുവന്നാൽ നമുക്ക് റിമാർക്കബിൾ ആയിട്ട് റിസൾട്ട് എക്സ്പൊണൻഷ്യലി അച്ചീവ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും റിമാർക്കബിൾ ആയിട്ടുള്ള ഗോളിന് വേണ്ടി ട്രൈ ചെയ്യാൻ തുടങ്ങുമ്പോൾ ലീനിയർ ഗ്രാഫിൽ മൈൻഡിൽ വെക്കരുത്, എക്സ്പൊണൻഷ്യൽ ഗ്രാഫ് മൈൻഡിൽ വെച്ചിട്ട് തുടങ്ങാം. അപ്പോൾ തുടങ്ങാനുള്ള കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും നമുക്ക് കിട്ടും.